ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വചനിപ്പ്, അതായത് നമ്മുടെ കർത്താവ് മനുഷ്യാവതാരം ചെയ്യുന്ന വിവരം കന്യകയുടെ അടുത്ത് ഗബ്രിയേൽ മുഖാന്തരം പിതാവായ ദൈവം അറിയിക്കുന്നതാണ്. 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ദൈവം തമ്പുരാൻ മനുഷ്യനോടും അതുപോലെ തന്നെ പാമ്പിനോടും പറയുന്ന ചില കാര്യങ്ങളാണ്. മനുഷ്യനോട് പറയുന്നുണ്ട്, നീ മൂലം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അതുകൂടാതെ പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, സർപ്പത്തിൻ്റെ സന്തതി സ്ത്രീയുടെ സന്തതിയെ കുതുകാൽ തകർക്കുമെന്ന്. ഇത് പിതാവാം ദൈവത്തിൻ്റെ പ്രവചനം. മറ്റ് പ്രവചനങ്ങളിലൊന്നും തന്നെ പിതാവാം ദൈവം നേരിട്ട് പറയുന്നതില്ല. പ്രവാചകന്മാർ മുഖാന്തരവും അതുപോലെ തന്നെ ദീർഘദർശിമാർ മുഖാന്തരമേ അത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ കാര്യം പിതാവാം ദൈവം നേരിട്ട് പറയുന്നതാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് അന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആ പ്രവചനം പൂർത്തീകരിക്കുന്നതാണ് വചനിപ്പ് ദിവസം സംഭവിക്കുന്നത്. സർപ്പത്തിൻ്റെ സന്തതിയുടെ തല തകർക്കുവാനുള്ളവനെ അയച്ചതാണ്. പട്ടങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കന്യകയുടെ ഗർഭത്തിൽ പൂർണ്ണമായി വസിക്കുമ്പോഴും തൻ്റെ സിംഹാസനത്തിൽ നിന്ന് വേർപെടാതെ സർവ സൃഷ്ടിയിലും ഉള്ളവനായ പുത്രൻ തമ്പുരാനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇതാണ് ഒന്നാമത് നാം അറിയേണ്ടത്. ഇത് പിതാവാം ദൈവത്തിൻ്റെ പ്രവചന പൂർത്തീകരണമാണ്. രണ്ടാമതായിട്ട് മാതാവിൻ്റെ ഈ വചനിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം, 1-ാം ഹവ്വ എല്ലാം ദൈവത്തിൽ നിന്ന് കേട്ടു. പക്ഷേ കാലക്രമത്തിൽ 1-ാം ഹവ്വ പിതാവാം ദൈവത്തിൻ്റെ വചനങ്ങളെ മറന്ന് സാത്താൻ്റെ പാമ്പിൻ്റെ ഉപദേശത്തെ ശ്രവിക്കുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെയാണ് പാപത്തിലേക്ക് വീഴുന്നത്, അതിൻ്റെ വഞ്ചനയിൽപ്പെട്ട്. പക്ഷേ 2-ാം ഹവ്വ ചെയ്തത്, ദൈവം തമ്പുരാൻ പറഞ്ഞ വാക്ക്, മലാഹ മുഖാന്തരം പറഞ്ഞ വാക്ക് അതേപടി ശ്രദ്ധയോടെ സൂക്ഷിച്ചു കേട്ടു. നമ്മുടെ കർത്താവ് പറയുന്നതായ വിശുദ്ധ ലൂക്കോസ് 8-ാം അധ്യായത്തിൽ അതുകൊണ്ട്, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. നമ്മളുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവം തമ്പുരാൻ നാം കേൾക്കുന്നത് ശ്രദ്ധയോടെയാവുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിലായാലും സമൂഹങ്ങളിലായാലും സഭയിലായാലും ഭിന്നതകൾ ഉണ്ടാവുന്നു. പലപ്പോഴും കുടുംബത്തിൽ സംസാരിക്കുന്ന ഒരു പ്രയോഗമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അല്ലാത്തവരും. ഞാൻ സംസാരിക്കുന്നത് മലയാളത്തിലാണ്, മറ്റു മറുഭാഷയിലല്ല. പക്ഷേ മലയാളത്തിൽ പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത കാലം. ഹവ്വ നേടിത്തന്നതാണ് അത്, പിശാചിൻ്റെ ആലോചന. അതേസമയത്ത് 2-ാം ഹവ്വ ദൈവത്തിൻ്റെ വാക്ക് അതേപടി ഉൾക്കൊള്ളുകയും അവസാനം വരെ സഹിക്കുകയും ചെയ്തു. ആ സഹനത്തിൻ്റെ അവസാനം ആണ് 3-ാമത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത്. വിശുദ്ധ യോഹന്നാൻ 19-ാം അധ്യായം 27-ാം വാക്യത്തിൽ ആ കുരിശിൻ്റെ ചുവട്ടിൽ നീറി എരിഞ്ഞ് തീരുന്ന കന്യാമറിയാമിനെ നമുക്ക് കാണാം. ഈ കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും മധ്യേ അമ്മയെ പ്രിയ ശിഷ്യനെ ഏൽപ്പിക്കുന്ന രംഗം നാം അവിടെ കാണണം. അവിടെ പറയുന്നുണ്ട്, ഇതാ നിന്റെ മകൻ. ശിഷ്യനോട് പറയുന്നത്, ഇതാ നിന്റെ അമ്മ. ആ വേറെ ആരും തന്നെ നോക്കാനില്ലാത്തത് കൊണ്ടാണല്ലോ പ്രിയ ശിഷ്യനെ അമ്മയെ ഏൽപ്പിച്ചത്. ഇത് നാം പ്രത്യേകിച്ച് പലപ്പോഴും നമ്മളിൽ പലരും പറയുമ്പോൾ ഉപ്പിട്ട വട്ടിയെന്നും മുട്ട വിരിഞ്ഞ മുട്ടത്തോട് പോലെയെന്നും കന്യാമറിയാമിനെ ഉപമിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. അത് 100% ദൈവാത്മാവിന് വിരുദ്ധമായ പാപമാണ്. ദൈവമാതാവിനെ അവസാനം വരെയും താൻ ഈ ലോകത്തിലെ വാസത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ഏൽപ്പിക്കുന്നത് തൻ്റെ പ്രിയ ശിഷ്യനെയാണ്. ചർച്ചക്കാരുണ്ടായിരുന്നെങ്കിൽ, വേറെ മക്കളുണ്ടായിരുന്നെങ്കിൽ അവരെ അല്ലേ ഏൽപ്പിക്കേണ്ടത്. ഈ വചനപ്പിൻ്റെ ദിവസം ലോകരക്ഷയ്ക്ക് വേണ്ടി വന്ന, ആദാം മൂലം ശപിക്കപ്പെട്ട ഭൂമിയെ ശുദ്ധീകരിക്കാൻ വന്ന കർത്താവിൻ്റെ അവതാരത്തിൻ്റെ ദിവസത്തെ ഓർക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.